ജീവിതത്തിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ സക്സസ് കൊണ്ട് മാത്രം ഒരു സംതൃപ്തി നേടാൻ സാധിക്കില്ല എന്ന ഒരു സത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം പല ആൾക്കാരുടെയും ജീവിതാനുഭവങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ മികച്ച മാസ്റ്റേഴ്സ് ആയിട്ടുള്ള സ്പിരിച്വൽ മാസ്റ്റേഴ്സിൻ്റെയൊക്കെ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ അവരിലെല്ലാം റിനൻസിയേഷൻ, അതായത് പരിത്യാഗം എല്ലാം ത്യജിച്ച് അവർ മെറ്റീരിയൽ വെൽത്തിനെ ഉപേക്ഷിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള മെറ്റീരിയലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ സ്യൂസൈഡ് ചെയ്യുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു, അങ്ങനെ അവരുടെ ലൈഫ് ട്രാജഡി ആകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും വാർത്തകളിലൂടെയൊക്കെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണ്. സോ എന്തുകൊണ്ട് ഈ ഒരു സംഭവം സംഭവിക്കുന്നു? അതായത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് മെറ്റീരിയൽ വെൽത്തിന് വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും ആഗ്രഹിക്കുക എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ സക്സസ്, സ്റ്റെബിലിറ്റി, ഒരുപാട് കാശുണ്ടാക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഒരു മനുഷ്യന് ഒരു സംതൃപ്തി വരുന്നില്ല, ജീവിതത്തിൽ ഒരു ഡിസാറ്റിസ്ഫൈഡ് ആകുന്നു? ഒരു മെറ്റീരിയൽ സക്സസ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഡിസാറ്റിസ്ഫൈഡ് ആകുന്നു? സോ ഇപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഗൗതമൻ ബുദ്ധൻ്റെ ലൈഫ് നോക്കാം. ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധൻ, അദ്ദേഹം എന്ന് പറയുന്നത് ഒരു രാജാവിൻ്റെ മകനായി ജനിച്ചതാണ്. ഒരു എല്ലാ സൗഭാഗ്യങ്ങളിലൂടെയും ജനിച്ച് അടുത്ത രാജാവായി രാജ്യം ഭരിക്കേണ്ട ഒരു വ്യക്തിയായാണ് ബുദ്ധൻ ജനിച്ചതെന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു 28ാമത്തെ വയസ്സിലെന്തോ ആണെന്ന് തോന്നുന്നു, ഏകദേശം അറൗണ്ട് ഇൻ 20s അദ്ദേഹം ആ ഒരു റിനൻസിയേഷൻ നടത്തുക എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം തൻ്റെ വീടും കുടുംബവും രാജ്യവും എല്ലാം ഉപേക്ഷിച്ച് ഒരു ഭിക്ഷു സന്യാസിയായി ധ്യാനം പരിശീലിച്ചു, അല്ലെങ്കിൽ സത്യാന്വേഷണം നടത്തി, ആധ്യാത്മികമായ അന്വേഷണം അദ്ദേഹം നടത്തിയ എന്താണ് ജീവിതത്തിൻ്റെ സത്യമെന്ന് അറിയാൻ വേണ്ടി. സോ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു എന്ന് നമ്മൾ നോക്കുമ്പോൾ കാണേണ്ട ഒരു ഇതുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ മെറ്റീരിയൽ വെൽത്ത് എല്ലാം ഒരു വ്യക്തി ഒരു 50 വർഷം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു 70 വർഷം കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചിട്ടും കിട്ടാത്ത പല കാര്യങ്ങളും ആണ് അദ്ദേഹത്തിന് ജനിച്ചപ്പോൾ തൊട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് അനുഭവിച്ചതെന്ന് പറയുന്നത്. കാശിന് കാശ്, പെണ്ണിന് പെണ്ണ്, അങ്ങനെ എന്തെല്ലാം വേണമോ ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന എല്ലാം സൗഭാഗ്യങ്ങളും അദ്ദേഹത്തിന് ഒരു പ്രയാസം കൂടാതെ അദ്ദേഹത്തിന് ലഭിച്ചു. സോ എന്നിട്ടും അദ്ദേഹത്തിന് സംതൃപ്തി ലഭിച്ചില്ല. അതായത് ദിവസേന എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിട്ട് പോലും അദ്ദേഹത്തിന് ആ ഒരു ഡിസ്കണ്ടൻമെൻ്റ് എന്ന സംഭവമാണ് അദ്ദേഹത്തെ എല്ലാം ത്യജിപ്പിക്കാൻ, അതായത് എല്ലാം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് പറയാം. അതായത് മെറ്റീരിയൽ സക്സസ്, അതായത് നമ്മുടെ കാശ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമുക്ക് അങ്ങനെയുള്ള മെറ്റീരിയൽ പുറമേ ഉള്ള സക്സസ് മൂലം മാത്രം നമ്മൾക്ക് ജീവിതത്തിൽ ഒരു ഇന്നർ പീസ് അല്ലെങ്കിൽ ബ്ലെസ്, ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ നമുക്ക് മുന്നിൽ നൽകുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിരിച്ചറിവ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യൻ എപ്പോഴും ഒരു ഇന്നർ കണ്ടൻമെൻറ്റ്, നമ്മുടെ സംതൃപ്തി എന്ന് പറയുന്ന കാര്യം, ജീവിതത്തിൻ്റെ സംതൃപ്തി, ആ ഒരു സംഭവം, കോണ്ടൻമെൻ്റ് എന്ന് പറഞ്ഞ സാധനം, അത് ഉള്ളിൽ നിന്നുണ്ടാകേണ്ട ഒരു സംഭവമാണ്. അത് പുറമേ നമ്മൾ എത്ര കെട്ടിപ്പടുത്താലും, എത്രയൊക്കെ പുറമേ ഉള്ള കാര്യങ്ങൾ എത്രയൊക്കെ വളർന്നാലും, നമ്മൾ ഒരുപാട് ഫേമസ് ആയാലും, ഒരുപാട് സക്സസ് ആയാലും, ഒരുപാട് റിച്ച് ആയാലും ഒന്നും നമ്മുടെ ആ ഒരു ഇന്നർ കോണ്ടൻമെൻറ്റ് നമ്മൾക്ക് വരില്ല എന്നാണ് ബുദ്ധൻ്റെ ലൈഫൊക്കെ പ്രൂവ് ചെയ്തത് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ആ ഒരു നമ്മൾ ഒരു ദാരിദ്ര്യത്തിൽ ജീവിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മെറ്റീരിയൽ ലൈഫിൽ ബുദ്ധൻ സക്സസ് കണ്ടെത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ മെറ്റീരിയൽ ലൈഫ് ഉപേക്ഷിച്ചിട്ട് ഒരു ദരിദ്രനെ പോലെ ജീവിക്കണം എന്നല്ല പറയുന്നത്. അതായത് മെറ്റീരിയൽ ലൈഫും വേണം, അതിനോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു സ്പിരിച്വൽ നറിഷ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്നർ കോണ്ടൻമെൻറ്റ് പല രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാം. സോ നമ്മുടെ ഉള്ളിൽ നമുക്കൊരു സംതൃപ്തി വരണം എന്നാണ് നമ്മൾ ഈ എക്സ്പെഷ്യലി മെഡിറ്റേഷനിലോട്ടൊക്കെ ഒരാൾ തിരിയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ ഉള്ളിൽ ഒരു സംതൃപ്തി നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? നമ്മളിൽ ബ്ലിസ്ഫുൾനെസ്, പരമാനന്ദം, അനന്തത, ഇതൊക്കെ നമ്മളിൽ പോസിബിൾ ആണോ? നമ്മളുടെ ഉള്ളിൽ തന്നെ നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ സാധിക്കുമോ? സോ ഇത് രണ്ടും ഒരു ബാലൻസിൽ പോകണം. നമ്മൾ മെറ്റീരിയൽ ലൈഫിൽ നമ്മൾ സക്സസ് ആകണം, സ്പിരിച്വൽ ലൈഫ്, അതായത് മെഡിറ്റേഷൻ പോലെയുള്ള ഒരു ഇന്നർ വേൾഡ് എക്സ്പ്ലോറേഷനിൽ നമ്മളൊരു സക്സസ് നമ്മൾ കണ്ടെത്തണം, നമ്മളിൽ തന്നെ നമ്മൾ സംതൃപ്തി കണ്ടെത്തണം. അതിനുള്ള പാതയായിട്ടാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും നമ്മൾ ബാലൻസിൽ പോയി രണ്ടിലും നമ്മൾ സക്സസ്ഫുൾ ആകുമ്പോഴാണ് ഒരു വ്യക്തി പൂർണ്ണമായ ഒരു കോണ്ടൻമെൻറ്റിലേക്ക് വരിക എന്ന് പറയുന്നത്.
സോ ബുദ്ധൻ എന്തുകൊണ്ട് റിനൗൺസിയേഷൻ നടത്തിയെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു എക്സ്ട്രീമിലേക്ക് പോയി. അതായത് മെറ്റീരിയൽ ലൈഫിൻ്റെ എല്ലാം അനുഭവിച്ച് ആ ഒരു എക്സ്ട്രീമിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഓപ്പോസിറ്റ്ലി ഓട്ടോമാറ്റിക്കലി അദ്ദേഹത്തെ ഒരു പൂർ മാൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഒരു ഭിക്ഷു സന്യാസിയുടെ ലൈഫ് അദ്ദേഹത്തെ ഓട്ടോമാറ്റിക്കലി ആകർഷിച്ചു. അതൊരു എക്സ്ട്രീംസിലേക്ക് പോയി. മൈൻഡ് എക്സ്ട്രീംസിൽ കിടന്ന് കളിക്കുമെന്ന് പറയുന്നത് ഒരു എക്സ്ട്രീമിൽ നിന്ന് അപ്പുറത്തെ എക്സ്ട്രീമിലേക്ക് പോയി. സോ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഗ്നോറൻസ്, ഒരു അറിവില്ലായ്മ മൂലമാണ് അദ്ദേഹം ഒരു പക്ഷേ തിരിച്ചിരിക്കുക എന്ന് പറയുന്നത്. പിന്നീട് അദ്ദേഹം സെൽഫ് റിയലൈസേഷൻ കിട്ടിയപ്പോൾ അദ്ദേഹം അതായത് മെഡിറ്റേഷൻ്റെ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ആയ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം അംഗീകരിച്ച കാര്യമാണ്. അതായത് എനിക്ക് ഒരു രാജഭരണത്തിൽ നിന്നും എനിക്ക് ഈ ഒരു സക്സസ്, ഒരു ഇന്നർ അതായത് മെഡിറ്റേഷനിലുള്ള സക്സസ് പോസിബിൾ ആകുമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് എന്തോ അഡ്മിറ്റ് ചെയ്യുന്നതായിട്ട് പല സ്ക്രിപ്റ്റേഴ്സിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ അദ്ദേഹത്തിൻ്റെ ലൈഫ് എന്തോ ആട്ടെ, അദ്ദേഹം വീണ്ടും ആ ഒരു സ്പിരിച്വൽ ലൈഫിൽ അദ്ദേഹത്തിന് ഡിസൈപ്പിൾസ് ഒക്കെ ഉണ്ടായ സമയത്ത് അദ്ദേഹം ഒരു ഭിക്ഷുവിനെ പോലെയാണ് ജീവിച്ചത്. അതെന്തോ ആട്ടെ, അദ്ദേഹത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പായിരിക്കാം, അദ്ദേഹത്തിന് ആ ഒരു ലൈഫായിരിക്കും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ താല്പര്യം എന്ന് പറയും. സോ എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ടും വേണം. മെറ്റീരിയലിൽ നമ്മൾ സക്സസ് ആകണം, നമ്മൾ സ്പിരിച്വൽ ലെവൽ അതായത് മെഡിറ്റേഷൻ എന്ന ലെവലിൽ നമ്മളൊരു ഇന്നർ കോണ്ടൻമെൻറ്റിൽ നമ്മൾ സക്സസ്ഫുൾ ആയാലേ ഒരു സംതൃപ്തി വരിക എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ള എക്സാമ്പിളാണ് ഇപ്പം നമുക്ക് സ്യൂസൈഡ് ചെയ്ത പല ആൾക്കാരും, പല വെൽത്തി ആയിട്ടുള്ള ആൾക്കാരും. കാരണം അവരുടെയൊക്കെ ബാങ്ക് ബാലൻസ് അവർ സ്യൂസൈഡ് ചെയ്ത സമയത്തെന്ന് പറയുന്നത് വളരെ ഹെവിയാണ്. കോടികളും ലക്ഷങ്ങളും ബില്യണേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഈ സ്യൂസൈഡ് ഡിപ്രഷൻ്റെയൊക്കെ പാതയിലേക്കൊക്കെ പോകുക എന്ന് പറയുന്നത്. ആ ഒരു ലൈഫിൻ്റെ മീനിങ്ലെസ്നെസ്, ലൈഫിൻ്റെ ട്രാജഡി. ഇപ്പോൾ പല ഫിലിം ആക്ടേഴ്സും ഞാൻ പല ഇൻ്റർവ്യൂവിൽ വന്ന് കണ്ടിട്ടുള്ളതാണ്. സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ മലയാളത്തിലെ തന്നെ ഫിലിം ആക്ടേഴ്സൊക്കെ പറഞ്ഞത്, അതായത് അവർ ചോദിച്ചപ്പോൾ ലൈഫ് എന്താണെന്ന് അവർ ചോദിച്ചപ്പം 60-70 വയസ്സുള്ള അവർ പറഞ്ഞ കാര്യമാണ്. ചില ആൾക്കാർ പറഞ്ഞത്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവർ പറഞ്ഞതാണ് ലൈഫ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി, ഒരു ആക്ടർ പറഞ്ഞാൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ട്രാജഡിയാണ് എന്നാണ്. അദ്ദേഹം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണ്. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞതാണ് ലൈഫ് ഈസ് എ ട്രാജഡി എന്നാണ് അദ്ദേഹത്തിന് മനസ്സിലായെന്ന് പറയുന്നത്. സോ ദേ ആർ സക്സസ്ഫുൾ ഔട്ട്സൈഡ്, ഫെയിം ഉണ്ട് അവർക്ക്, പ്രൊഫഷണലി സക്സസ്ഫുൾ ആണ്, മെറ്റീരിയലി റിച്ച് ആണ്. സോ സ്റ്റിൽ ദേ സീ ലൈഫ് ആസ് എ ട്രാജഡി. ഒരു മീനിങ്ലെസ്നെസ്, ഒരു ഇന്നർ മീനിങ്ലെസ്നെസ് പലർക്കും വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഓരോരുത്തരെ സ്യൂസൈഡ്, ഡിപ്രഷനിലേക്കൊക്കെ നയിക്കുക എന്ന് പറയുന്നത്. സോ ഇതൊക്കെ നമുക്ക് ഒഴിവാകണമെങ്കിൽ യു ഹാവ് ടു ഇംപ്ലിമെൻറ്റ് മെഡിറ്റേഷൻ ഇൻ യുവർ ലൈഫ്. മെഡിറ്റേഷൻ ഈസ് ദ ഓൺലി വേ ടു ഓവർകം ഒരു സ്പിരിച്വൽ പോവർട്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ ഡിസ്കണ്ടൻമെൻറ്റ്, ജീവിതത്തിൻ്റെ സംതൃപ്തിയില്ലായ്മ, അതിനെ ഒഴിവാക്കുക. ജീവിതത്തിൽ ഒരു ആന്തരികമായ ശാന്തതയും പരമാനന്ദത്തിലും നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ടതുണ്ട്. മെഡിറ്റേഷൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകേണ്ടതുണ്ട്. കാരണം ഞാനും മനസ്സിലാക്കിയതാണ്, എൻ്റെ ജീവിതത്തിലും ഈ ഒരു മീനിങ്ലെസ്നെസ്, അർത്ഥമില്ലായ്മയൊക്കെ ഒരുപാട് അനുഭവിച്ചതാണ്. അതിൽ നിന്നെല്ലാം ജീവിതം ഇപ്പോൾ ശാന്തമായി എനിക്കിപ്പോൾ അനുഭവമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ വലിയൊരു പങ്കുണ്ട്. ഞാൻ നിത്യജീവിതത്തിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. മെഡിറ്റേഷൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സോ അത് ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ, സ്പിരിച്വൽ ലെവൽ അല്ലെങ്കിൽ മെഡിറ്റേഷൻ്റെ അൾട്ടിമേറ്റ് സ്റ്റേജിലോട്ടൊന്നും ഞാൻ പോയിട്ടില്ല, ആ ഒരു തലത്തിലൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് നമ്മുടെ ആ ഒരു നോർമൽ ലൈഫിൽ വന്ന ഒരുപാട് ചേഞ്ചസ്, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് വളരെ വലുതാണ്. അത് അനുഭവിച്ചാലേ മനസ്സിലാകത്തുള്ളൂ ലൈഫ് എത്രത്തോളം മാറി എന്നത് മെഡിറ്റേഷനിലൂടെ. സോ ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.